Hi all, welcome to the lecture of Mechanics of Fluid, and today we will be discussing with flows through a pipe, which is the module number 4 in the subject Mechanics of Fluids. So without any delay we will directly go on to the topics. സോ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൈപ്പ് കൂടെ നടക്കുന്ന ഫ്ലോസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. അതിൻ്റെ അനാലിസിസും അതിൻ്റെ ടൈപ്സും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലൂയിഡ് പൈപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന നേരത്ത് രണ്ട് ടൈപ്പ് ഫ്ലോ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ മൊഡ്യൂൾ 1 ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ലാമിനാർ ഫ്ലോ ആൻഡ് ടർബുലൻറ്റ് ഫ്ലോ. സോ എന്താണ് ലാമിനാർ ഫ്ലോ? ലാമിനാർ ഫ്ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫ്ലോയിലെ അതിൻ്റെ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ലെയർ വൈസ് ലെയർ ആയിട്ട് യാതൊരു ഇൻ്റർമിക്സിങ്ങോ ഡീവിയേഷനോ ഒന്നുമില്ല, അതൊരു ലൈൻ പോലെ പോകുന്നതിനെയാണ് നമ്മൾ ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞത്. അതുപോലെ ടെർബുലൻറ്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലാമിനാർ ഫ്ലോൻ്റെ നേരെ ഓപ്പോസിറ്റ്. ദാറ്റ് മീൻസ് സിഗ്സാഗ് മാനറിലുള്ള ഫ്ലോ, 2-3 ലെയേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സിംഗ് ആയിട്ട് റാൻഡമായിട്ട് നടക്കുന്ന ഫ്ലോനെയാണ് ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഒരു ഫ്ലോ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്ന് എങ്ങനെ നമ്മൾ തീരുമാനിക്കും? അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ റിനോൾഡ്സ് നമ്പർ എന്ന പേര് അതിൻ്റെ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഓസ്ബോൺ റിനോൾഡ്സിൻ്റെ ആദരസൂചകമായിട്ടിട്ട പേരാണ് റിനോൾഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ റിനോൾഡ്സ് നമ്പർ ഇഫ് ഇറ്റ്സ് വാല്യൂ ഈസ് ലെസ് ദാൻ 2000 താഴെയാണ് റിനോൾഡ്സ് നമ്പർ എങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോ ഈസ് കോൾഡ് ലാമിനാർ ഫ്ലോ. ചില ടെക്സ്റ്റ് ബുക്കുകൾ 2000 പകരം 2300 എന്നും കാണിക്കാം. സംവാട്ട് 2300 ഇതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ, അവർ നിയർ ടു 2000 എന്ന് മനസ്സിലാക്കാം. അപ്പോൾ 2000 താഴെയാണ് റെയ്നോൾഡ്സ് നമ്പർ എങ്കിൽ ദെൻ സച്ച് ഫ്ലോസ് ആർ കോൾഡ് ലാമിനാർ ഫ്ലോ. ശ്രദ്ധിക്കേണ്ടത് ഒരു ഇൻറ്റേർണൽ സർക്കുലറിൽ നടക്കുന്ന ഫ്ലോനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. സിമിലർലി ടർബുലൻറ്റ് ഫ്ലോ ആകുക എപ്പോഴാണ്? ഇഫ് ദ റിനോൾഡ്സ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 4000. അപ്പോൾ ഈ ലാമിനാറിനും ടർബുലൻറ്റിനും ഇടയിൽ ഒരു കുറച്ച് വാല്യൂസ് റെയ്നോൾഡ്സ് നമ്പറിന് വരാം. അതായത് 2000 മുകളിലും എന്നാൽ 4000 താഴെയുമായിട്ടുള്ള റെയ്നോൾഡ്സ് നമ്പർ. സോ ആ ഏരിയയിലാണ് ഫ്ലോ നടക്കുന്നതെങ്കിൽ സച്ച് ഫ്ലോസ് ആർ കോൾഡ് ട്രാൻസിഷൻ ഫ്ലോ. അതായത് ലാമിനാറിൽ നിന്ന് ടർബുലൻറ്റിലേക്ക് നടക്കുന്ന ഒരു ട്രാൻസിഷൻ ടൈമിംഗ് അല്ലെങ്കിൽ പ്രോസസ്സ് ഉണ്ട്. അതാണ് ഈ 2000 4000 എത്തുമ്പോൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഫ്ലോനെയാണ് നമ്മൾ ട്രാൻസിഷൻ ഫ്ലോ എന്ന് പറയുക. സോ റിനോൾഡ്സ് നമ്പറിന് നമുക്ക് ചുരുക്കി എങ്ങനെ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാം എന്ന് ആദ്യം നമുക്ക് നോക്കാം. സോ റിനോൾഡ്സ് നമ്പർ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ്? ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമായിരിക്കും, FI/FV എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? റിനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് FI/FV, ദാറ്റ് ഈസ് ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ്. അതാണ് റിനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനേർഷ്യ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഫ്ലോയിൽ ഉണ്ടാകുന്ന ആ ഒരു ഇനേർഷ്യൽ ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് ഇനേർഷ്യ ഫോഴ്സ്. വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡിലെ വിസ്കോസിറ്റി ഉണ്ടാവും അല്ലേ, അതിൻ്റെ നേച്ചർ കാരണം ഉണ്ടാകുന്ന ഫോഴ്സസിനെയാണ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇനേർഷ്യ ഫോഴ്സും വിസ്കസ് ഫോഴ്സിൻ്റെയും ഇക്വേഷൻസ് അവിടെ കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അത് ഡിറൈവ് ചെയ്തിട്ട്. ആൻഡ് വി ഗെറ്റ് ദാറ്റ് റിനോൾഡ്സ് നമ്പർ ഈസ് ρVd/μ, where ρ is the density, V is the velocity of flow, d is the diameter of the circular pipe and mu is the dynamic viscosity. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is the characteristic length എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഒരു ലാമിനാർ ഫ്ലോയിൽ ശ്രദ്ധിക്കേണ്ടത് ഹെഡ് ലോസ് HF എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത് ഹെഡ് ലോസ് ആണ്. അതെന്താണ്? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി ഓഫ് ഫ്ലോ. ഒരു ടർബുലൻറ്റ് ഫ്ലോയിലാണെങ്കിൽ ഹെഡ് ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു V/N. V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ ഫ്ലോ ആൻഡ് N എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ വേരി ഫ്രം 1.5 to 2. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഇൻറ്റേർണൽ ഫ്ലോയിൽ ഒരു സർക്കുലർ പൈപ്പിനാണ് റിനോൾഡ്സ് നമ്പർ 2000 എന്ന് പറഞ്ഞു അല്ലേ? സോ ഈ 2000 വാല്യൂ എന്ന റിനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ട്രാൻസിഷൻ, ആ ഒരു പെർട്ടിക്കുലർ സർക്കുലർ പൈപ്പിന് പകരം വേറെ വല്ല ഡക്റ്റ് ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് ദ വാല്യൂ സെയിം, അത് വാല്യൂ മാറാം. അതുപോലെ അതൊരു ഓപ്പൺ ചാനൽ ആണെങ്കിൽ അതിൻ്റെ വാല്യൂസ് മാറും.
സോ അതിനനുസരിച്ചിട്ടിരിക്കും നമ്മൾ ഈ റിനോൾഡ്സ് നമ്പറിൻ്റെ നമ്പറിങ് ബേസ്ഡ് ഉള്ളത്. അപ്പോൾ 2000 4000 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ അതൊരു ഇൻറ്റേർണൽ ഫ്ലോ ഒരു സർക്കുലർ പൈപ്പിലാകുമ്പോഴാണ് 2000 എന്ത് അതിൻ്റെ ലാമിനാർ ഫ്ലോ ലെസ് ദാൻ 2000 ലാമിനാർ ഫ്ലോവും ഗ്രേറ്റർ ദാൻ 4000 എന്ത് വിസ്കസ് ടർബുലൻറ്റ് ഫ്ലോ ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, റിനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ്. അപ്പോൾ അത് ഗ്രേറ്റർ ദാൻ 4000 എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? ഇനേർഷ്യ ഫോഴ്സ് ഷുഡ് ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ വിസ്കസ് ഫോഴ്സ് അല്ലേ? വിസ്കസ് ഫോഴ്സിനെക്കാട്ടിലും 4000 മടങ്ങ് കൂടുതലായിരിക്കണം ഇനേർഷ്യ ഫോഴ്സ്. അങ്ങനെ ആകുമ്പോഴാണ് അത് ടർബുലൻറ്റ് നേച്ചർ ആവുക. അതല്ല, ഇനേർഷ്യ ഫോഴ്സ് 4000 മടങ്ങല്ലാതെ കേവലം ഒരു 1000-2000 താഴെയോ മടങ്ങ് കൂടുതൽ മാത്രമാണ് ഇനേർഷ്യ ഫോഴ്സ് എങ്കിൽ കമ്പയർഡ് ടു വിസ്കസ് ഫോഴ്സ്, സച്ച് ഫ്ലോസ് ആർ കോൾഡ് ലാമിനാർ ഫ്ലോസ് നമുക്കറിയാം. അപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ സിഗ്നിഫിക്കൻസ് ഓഫ് റിനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. റിനോൾഡ്സ് നമ്പർ എന്തിനാണ്? ഒരു ഫ്ലോ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്, ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ, അതുപോലെ അതിൻ്റെ നേച്ചർ, ഏതൊക്കെ ഫോഴ്സസ് ആണ് നേച്ചർ എന്ന് അതിൻ്റെ നേച്ചർ ഏതാണ് പ്രിഡോമിനൻ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇഫ് ദ വിസ്കസ് ഫോഴ്സസ് ആർ സ്ട്രോങ് ഇനഫ് ടു ഓവർകം ദ ഡിസ്റ്റർബിംഗ് ഫോഴ്സസ്, then such flows will be remaining as laminar. Whereas if the inertia forces are very much stronger than the resisting viscous forces, then such flows will be called as turbulent flow. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് സിഗ്നിഫിക്കൻസ് ഓഫ് റിനോൾഡ്സ് നമ്പർ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഞാൻ സിഗ്നിഫിക്കൻസ് എന്ന് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം സിലബസിൽ അങ്ങനെ ഒരു ലൈൻ ഉണ്ട്. അതോടൊപ്പം ഇനി അടുത്ത് ശ്രദ്ധിക്കാനുള്ളത് ക്രിട്ടിക്കൽ റിനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ പൊതുവേ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ മിക്കതും കാണുന്നത് ഇങ്ങനെയാണ്. ക്രിട്ടിക്കൽ റിനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിനോൾഡ്സ് നമ്പർ ഫ്രം വേർ ദ ഫ്ലോ ചേഞ്ചസ് ഫ്രം ലാമിനാർ ടു ടർബുലൻറ്റ്. ലാമിനാറിൽ നിന്ന് ടർബുലൻറ്റിലേക്ക് മാറുന്നതാണ് ക്രിട്ടിക്കൽ റിനോൾഡ്സ് നമ്പർ. അപ്പോൾ അത് ഡെഫിനേഷൻ ശരിയാണ്. പക്ഷേ ക്രിട്ടിക്കൽ റിനോൾഡ്സ് നമ്പർ എത്രയെന്ന് ചോദിച്ചാൽ പലരും പറയാം 2000 അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 2300 എന്നായിരിക്കും. ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഒരു ട്രാൻസിഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റിനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. ഏത് റിനോൾഡ്സ് നമ്പറിലാണോ ഒരു ട്രാൻസിഷൻ നടക്കുന്നത് അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റിനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ലാമിനാർ ഫ്ലോയിൽ നിന്ന് ടർബുലൻറ്റിലേക്ക് ഡയറക്റ്റ് മാറുകയല്ല ചെയ്യുന്നത്. ലാമിനാറിൽ നിന്ന് ആദ്യം ട്രാൻസിഷനിലേക്ക് മാറും, പിന്നെ ട്രാൻസിഷനിൽ നിന്ന് ടർബുലൻറ്റിലേക്ക് മാറും. അപ്പോൾ അവിടെ 2 ക്രിട്ടിക്കൽ റിനോൾഡ്സ് നമ്പർ ഉണ്ട്. സോ ലാമിനാറിൽ നിന്ന് ടർബുലൻറ്റിലേക്ക് മാറുന്നത് ഒരു ക്രിട്ടിക്കൽ, ലാമിനാറിൽ നിന്ന് ട്രാൻസിഷൻ ലെയറിലേക്ക് മാറുമ്പോൾ, ട്രാൻസിഷൻ ഫ്ലോയിലേക്ക് മാറുമ്പോൾ ഒരു ക്രിട്ടിക്കൽ റിനോൾഡ്സ് നമ്പർ ഉണ്ട്, ആൻഡ് ദാറ്റ് വാല്യൂ ഈസ് 2000. ആൻഡ് ട്രാൻസിഷൻ ഫ്ലോയിൽ നിന്ന് ടർബുലൻറ്റ് ഫ്ലോയിലേക്ക് മാറുമ്പോൾ അപ്പോഴും ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. അപ്പോഴുള്ള ക്രിട്ടിക്കൽ റിനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 4000 ആണ്. അപ്പോൾ വാല്യൂവിൽ 2000 കുറവായതുകൊണ്ട് വി കോൾ ഇറ്റ് ആസ് ലോവർ ക്രിട്ടിക്കൽ റിനോൾഡ്സ് നമ്പർ, ആൻഡ് 4000 ഗ്രേറ്റർ ആയതുകൊണ്ട് അപ്പർ ക്രിട്ടിക്കൽ റിനോൾഡ്സ് നമ്പർ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ക്ലാരിറ്റി വരിക. സോ എന്താണ് ക്രിട്ടിക്കൽ റിനോൾഡ്സ് നമ്പർ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ റിനോൾഡ്സ് നമ്പർ ഇൻ വിച്ച് ദ ഫ്ലോ ചേഞ്ചസ് ഫ്രം ലാമിനാർ ടു ടർബുലൻറ്റ്. ഓക്കെ, സോ ആ ഒരു വാല്യൂ 2000 4000 എന്ന് പറയുന്നത് ലോവർ ക്രിട്ടിക്കൽ റിനോൾഡ്സ് നമ്പറും അപ്പർ ക്രിട്ടിക്കൽ റിനോൾഡ്സ് നമ്പറുമാണ്. അപ്പോൾ ലോവർ എന്ന് പറഞ്ഞാൽ ഫ്രം ലാമിനാർ ടു ട്രാൻസിഷൻ ഫ്ലോ, അപ്പർ ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഫ്രം ട്രാൻസിഷൻ ടു ടർബുലൻറ്റ് ഫ്ലോ. ഇനി 2000 4000 എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ജോമെട്രി ഓഫ് ദ ഫ്ലോ കണ്ടീഷൻ. ഫ്ലോയുടെ കണ്ടീഷൻസ് എങ്ങനെയാണോ അതിൻ്റെ ജോമെട്രി എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഈ 2000 4000 എന്ന് പറയുന്നത് ഒരു സർക്കുലർ പൈപ്പിൽ ഇൻറ്റേർണൽ ഫ്ലോ ആണെങ്കിലാണ്. ഞാൻ നേരത്തെ പറയുന്നത് അതിപ്പോൾ ഒരു ഓപ്പൺ ചാനലാണെങ്കിൽ മാറ്റം വരും, അല്ലെങ്കിൽ സർക്കുലർ അല്ലാതെ വേറെ വല്ല ഡക്റ്റ് കൂടി ആണെങ്കിൽ, ഒരു റെക്റ്റാങ്കുലർ ഡക്റ്റൊക്കെ ആണെങ്കിൽ ദ വാല്യൂ ഈസ് നോട്ട് 2000 and 4000. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. നമുക്കിപ്പോൾ മോഫിൻ്റെ മൊഡ്യൂൾ 4 സംബന്ധിച്ചിടത്തോളം പൈപ്പിൻ്റെ കാര്യം മാത്രം പഠിച്ചാൽ മതി. സോ അത് മാത്രം ഞാൻ കൺഫൈൻഡ് ആക്കിയിട്ടാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. സോ പൈപ്പ് ഫ്ലോ കൂടെ നോക്കുമ്പോൾ 2000 4000 ആണ് അതിൻ്റെ ക്രിട്ടിക്കൽ റിനോൾഡ്സ് നമ്പർ. അതിൽ 2000 എന്ന് പറയുന്നത് ലോവർ ക്രിട്ടിക്കൽ റിനോൾഡ്സ് നമ്പറും 4000 എന്ന് പറയുന്നത് അപ്പർ ക്രിട്ടിക്കൽ റിനോൾഡ്സ് നമ്പറുമാണ്. സോ എങ്ങനെയാണ് നമുക്ക് റിനോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ റോ വി ഡി കിട്ടിയതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമുക്ക് റിനോൾഡ്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് നടത്തിയ എക്സ്പെരിമെൻ്റ് നമുക്ക് ആദ്യം അതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, സോ പ്രൊഫസർ
ഓസ്ബോൺ റിനോൾട്ട് എന്നാണ് പുള്ളിയുടെ ഫുൾ നെയിം. സോ പുള്ളി ഒരു എക്സ്പെരിമെൻ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അപ്പോൾ അതിലെന്താ ചെയ്തെന്ന് വെച്ചാൽ ആ ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ പുള്ളി ഒരു വാട്ടർ ടാങ്ക് കൺസിഡർ ചെയ്തു. വാട്ടർ കൺസിഡർ ചെയ്യുന്നുള്ളൊരു ടാങ്ക്, അതിൻ്റെ ഹെഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് കീപ്പ് ചെയ്തിട്ട് ഒരു വാട്ടർ ടാങ്ക് കൺസിഡർ ചെയ്തു. അതിൻ്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ ടാങ്ക്, സ്മോൾ ടാങ്ക് ഈസ് മെയിൻറ്റെയിൻഡ് കണ്ടെയ്നിങ് സം കളർ ഡൈ, എന്തെങ്കിലും ഒരു ടൈപ്പ് കളർ. അപ്പോൾ വാട്ടറിൻ്റെ കളർ, വാട്ടർ എന്ന് പറഞ്ഞാൽ കളർലെസ് ആണ്. അപ്പോൾ മറ്റെന്തെങ്കിലും ഒരു കളറുള്ള ഒരു ടാങ്കിൽ ഡൈ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഡൈയിൻ്റെ സ്പെസിഫിക് വെയിറ്റ് വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റിനായിട്ട് കമ്പയറബിൾ ആയിരിക്കണം. നമുക്ക് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവരുത്, എന്നാലേ നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് നടത്താൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് വാട്ടർ ടാങ്ക് പറഞ്ഞു അറ്റ് കോൺസ്റ്റൻറ്റ് ഹെഡ്, ദെൻ കംസ് എ സ്മോൾ ടാങ്ക് കണ്ടെയ്നിങ് സം കളർ ഡൈ, and the third one is a glass tube having a bell mouthed entrance. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ ഇവിടെ ടാങ്കിൻ്റെ ഡൈ കണ്ടെയ്യുന്ന ടാങ്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു ഗ്ലാസ് ട്യൂബിൻ്റെ ബെൽ മൗത്തിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു എൻഡ് എന്താണ്, ബെൽ ഷേപ്പ്ഡ് ആണ്. അതേസമയം അതിൻ്റെ നെക്സ്റ്റ് എൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെഗുലേറ്റിംഗ് വാൾവ് ഉണ്ട്, ഒരു ഫ്ലോ വാൽവ് ഉണ്ട്, ആ ഫ്ലോനെ അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇനി ഇതിൻ്റെ എക്സ്പെരിമെൻ്റ് എങ്ങനെയെന്ന് പറയാം. അപ്പോൾ വാട്ടർ, ടാങ്കിൽ നിന്നുള്ള വാട്ടറിന് എന്ത് ചെയ്യുന്നു, ഈ ഗ്ലാസ് ട്യൂബ് കൂടെ ഫ്ലോ ചെയ്യാൻ അയക്കുന്നു. ഓക്കെ, ഇനി ആ ഫ്ലോനെ എനിക്ക് റെഗുലേറ്റ് ചെയ്യാം യൂസിങ് റെഗുലേറ്റിംഗ് വാൽവ്. അതായത് റെഗുലേറ്റിംഗ് വാൽവ് കുറച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോ വെലോസിറ്റി വളരെ പതുക്കെ ആയിട്ടായിരിക്കും വാട്ടർ ഫ്ലോ ചെയ്യുക. വാട്ടറിൻ്റെ ഫ്ലോ പതുക്കെ ആയിരിക്കും. റെഗുലേറ്റിംഗ് വാൽവ് കുറച്ചും കൂടെ കൂടുതൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെലോസിറ്റിയിൽ വാട്ടറിൻ്റെ ഫ്ലോ പൈപ്പ് ഗ്ലാസ് ട്യൂബൊക്കെ ഉണ്ടാവും. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഫ്ലോ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഹീസ് ഓപ്പണിങ്, അത് എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന നേരത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ആദ്യം റെഗുലേറ്റിംഗ് വാൽവ് പതുക്കെ തുറക്കുന്നു. അപ്പോൾ പതുക്കെ തുറന്നു കഴിഞ്ഞാൽ ആ ഗ്ലാസ് ട്യൂബിലൂടെ ആ ഇങ്ക് അല്ലെങ്കിൽ ആ ഡൈ എന്ന് പറയുന്നത് വളരെ സ്ലോയിലായിരിക്കും നീങ്ങുക. കാരണം എന്താ, വാട്ടറിൻ്റെ ഫ്ലോ വളരെ പതുക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം, ആ ഡൈ തുറക്കുന്നത് കൊണ്ട് കൂടി ഫ്ലോ വളരെ സ്ലോ ആയതുകൊണ്ടും കൂടി തന്നെ ഡൈ ഒരു ലൈന് പോലെ, ഒരു സ്ട്രെയിറ്റ് ലൈന് പോലെ സ്മൂത്ത് ആയിട്ടായിരിക്കും പോവുക. യാതൊരു ഇൻ്റർമിക്സിങ്ങും ഇല്ല മുകളിലത്തെ ലെയറും താഴെ ലെയറുമായിട്ട്. സോ ദാറ്റ് ടൈപ്പ് റെപ്രസെൻറ്റ്സ് എ ലാമിനാർ ഫ്ലോ. ഓക്കെ, ഇനി രണ്ടാമത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, പതുക്കെ റെഗുലേറ്റിംഗ് വാൽവ് കുറച്ചിങ്ങനെ ഓപ്പൺ ആയി കുറച്ചും കൂടെ തുടങ്ങി. അപ്പോൾ കുറച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ ദെൻ വി കുഡ് സീ ദാറ്റ് ഇറ്റ്സ് എ വേവി നേച്ചർ. അതായത് സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് മാറി ലാമിനാർ ഫ്ലോ കഴിഞ്ഞു. ലാമിനാർ ആകുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ നമുക്ക് കിട്ടും. പിന്നീട് എന്ത് സംഭവിക്കും, ഒരു വേവി നേച്ചർ ആയിരിക്കും നമുക്ക് കാണുക. അതായത് അതിൻ്റെ ഡൈയിൻ്റെ ഫിലമെൻ്റ് ഒരു വേവി നേച്ചറിലായിരിക്കും അത് കാണുക. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഫ്ലോയുടെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്താൽ ബൈ ഓപ്പണിംഗ് അപ്പ് ദി റെഗുലേറ്റിംഗ് വാൽവ്, അല്ലെങ്കിൽ റെഗുലേറ്റിംഗ് ഓപ്പണിംഗ് ക്ലോസിംഗ് എന്നല്ല, റെഗുലേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. സോ അവിടെ ഫ്ലോയുടെ വെലോസിറ്റി നമ്മൾ കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ റെഗുലേറ്റിംഗ് വാൽവ് റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് എന്ത് ചെയ്യും, ഇൻ്റർമിക്സിങ് നടക്കും. ഡൈഫിലമെൻ്റ് വേവി ലൈൻ ഉള്ളത് അതെന്ത് ചെയ്യും, അത് ബ്രേക്കപ്പ് ആവും. ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് വാട്ടറുമായിട്ട് ഡിഫ്യൂസ് ചെയ്തിട്ട് വരും. സോ അങ്ങനത്തെ ടൈപ്പ് ഫ്ലോനെയാണ് സച്ച് ഫ്ലോസ് ആർ കോൾഡ് ടർബുലൻറ്റ് ഫ്ലോ. സോ ഇവിടെ നിങ്ങൾക്ക് ആ ഡയഗ്രാം റൈറ്റ് സൈഡിൽ കാണാം. ദ ടോപ്പ് വൺ ഈസ് ലാമിനാർ, ദ നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസിഷൻ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ടർബുലൻറ്റ് ഫ്ലോ. അപ്പോൾ ടർബുലൻറ്റ് ഫ്ലോയിൽ എന്ത് ചെയ്യുന്നു, ഇൻ്റർമിക്സിങ് ഓഫ് പാർട്ടിക്കിൾസ് നടക്കുന്നു, ഡിഫ്യൂസിങ്ങും എന്ത് ചെയ്യുന്നു, നടക്കുന്നു. സോ ഈ കണ്ട ഒബ്സർവേഷൻസ് ഒക്കെയാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ലാമിനാർ ഫ്ലോ ആകുമ്പോൾ ഹെഡ് ലോസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ടർബുലൻറ്റ് ഫ്ലോയിൽ ഹെഡ് ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു v റേസ് ടു n, വെലോസിറ്റി റേസ് ടു n. എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഇറ്റ് ഈസ് ഫ്രം 1.5 to 2 എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.5 to 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ റോ വി ഡി ബൈ മ്യൂ എങ്ങനെ നമുക്ക് ആ ഇക്വേഷൻ കിട്ടി എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മൾ കണ്ടു, റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് എന്നാണെന്ന് നമ്മൾ കണ്ടു അല്ലേ. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. റെയ്നോൾഡ്സ് നമ്പറിന്
റിനോൾഡ്സ് നമ്പർ ഇങ്ങനെ എഴുതും, ചിലർ RE എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതാറുണ്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ നമ്മൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തിനൊക്കെ വേരിയിങ് ആണെന്നുള്ളത്. സോ ഇവിടെ ഫസ്റ്റ് ന്യൂമറേറ്ററിലുള്ളത് ഇനേർഷ്യ ഫോഴ്സും ഡിനോമിനേറ്ററിലുള്ളത് വിസ്കസ് ഫോഴ്സുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനേർഷ്യ ഫോഴ്സ്. ഓക്കെ, സോ ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി നോർമൽ ഫോഴ്സ്, അതായത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ ആക്സിലറേഷൻ, അതേപോലെ ഫ്ലോയിങ് ഫ്ലൂയിഡിൻ്റെ മാസുമാണ് കാണിച്ചിട്ടുള്ളത്. സോ ഇതാണ് ഇനേർഷ്യ ഫോഴ്സ് അല്ലേ. സോ എനിക്കതിന് എങ്ങനെ എഴുതാം? മാസിന് എനിക്ക് എങ്ങനെ എഴുതാം? ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് റോ ഇൻറ്റു വോളിയം, അതായത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. വോളിയം ക്യാൻസൽ ചെയ്താൽ മാസ് കിട്ടും. അപ്പോൾ മാസിന് എനിക്ക് റോ ഇൻറ്റു വോളിയം എന്ന് എഴുതാം. ആക്സിലറേഷന് എനിക്ക് എങ്ങനെ എഴുതാം? വെലോസിറ്റി പെർ യൂണിറ്റ് ടൈം ആണ് എന്ത്? ആക്സിലറേഷൻ അല്ലേ. ഓക്കെ, ഇനി വെലോസിറ്റി, ഇതാണ് എനിക്ക് ഇനേർഷ്യ ഫോഴ്സ് കിട്ടി. ഐ ക്യാൻ റീഅറേഞ്ച് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് ഇൻ ദിസ് മാനർ. എങ്ങനെ? റോ ഇൻറ്റു വോളിയം ബൈ ടൈം ഇൻറ്റു വെലോസിറ്റി. ഇങ്ങനെയും എനിക്ക് എഴുതാലോ. ഈ ടൈമിന് ഞാൻ ഡിനോമിനേറ്റർ ഇങ്ങോട്ടേക്ക് ആക്കി. നൗ വാട്ട് ഈസ് വോളിയം പെർ യൂണിറ്റ് ടൈം? വോളിയം ബൈ ടൈം എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് അതിൻ്റെ യൂണിറ്റ് വരിക. മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്താ? ആക്ച്വലി ഇറ്റ് ഈസ് ഡിസ്ചാർജ് അല്ലേ. ഡിസ്ചാർജ് ആണ്. വോളിയം പെർ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ആണ്. ആൻഡ് ദാറ്റ് ഡിസ്ചാർജ് ക്യാൻ ബി റിട്ടൺ ആസ് ഏരിയ ഇൻറ്റു വെലോസിറ്റി. സോ റോ ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു എന്തും കൂടെ ഉണ്ട്, ഓൾറെഡി ഒരു വെലോസിറ്റി ഉണ്ട്, അപ്പോൾ അതും. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് റോ എ വി സ്ക്വയർ വിച്ച് ഈസ് ദി ഇനേർഷ്യ ഫോഴ്സ്. ക്ലിയർ ആണല്ലോ. ഇനേർഷ്യ ഫോഴ്സ് എനിക്ക് കിട്ടി. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 1. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നൗ ഇനേർഷ്യ ഫോഴ്സ് കഴിഞ്ഞ് ഇനി അടുത്തത് ഏതാ? വിസ്കസ് ഫോഴ്സ് ആണ് അല്ലേ. ഡിനോമിനേറ്ററിൽ വരുന്നത് വിസ്കസ് ഫോഴ്സ്. സോ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ വിസ്കോസിറ്റിയുടെ നേച്ചർ അത് കാരണത്താൽ ഉണ്ടാകുന്ന ഫോഴ്സാണ്. സോ അതെപ്പോഴും എവിടെയാണ് സംഭവിക്കുക? അതിൻ്റെ സർഫസിലാണ്. ആ ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ ഒരു ഫ്ലൂയിഡ് എലമെൻ്റായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സർഫസിൽ, ഫ്ലോ ഇങ്ങോട്ടാണ് നടക്കുന്നതെങ്കിൽ ഷിയർ സ്ട്രെസ് ഇങ്ങോട്ടാണ് വരിക അല്ലേ. അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഫ്രിക്ഷൻ, ഒരു ഫോഴ്സ്, ഒരു വിസ്കസ് നേച്ചർ ഫോഴ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. സോ അതിനെനിക്ക് എങ്ങനെ ചെയ്താൽ ഒരു ഷിയർ സ്ട്രെസ് ആയിരിക്കും ഇവിടുത്തെ സൈഡ്സിന് എന്ത് ചെയ്യുക? അനുഭവപ്പെടുക. ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാവും. സോ ഐ ക്യാൻ സേ ദാറ്റ് ഈസ് ഷിയർ സ്ട്രെസ് ഇൻറ്റു സ്ട്രെസ് ആയതുകൊണ്ട് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ആണ്. സോ ഇൻറ്റു ഏരിയ ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് എലമെൻറ്റ് ഏതാണോ അതിനനുസരിച്ചിട്ട് കേട്ടോ. ഇപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് ബി ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. ഇപ്പോൾ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഷിയർ സ്ട്രെസ് നമുക്ക് എങ്ങനെ എഴുതാം? ടോ, ഓർ ഐ ക്യാൻ സേ ദിസ് ഇസ് ടോ ഇൻറ്റു ഏരിയ ഈസ് എ അല്ലേ. ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചതാണ്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയിൽ നമുക്ക് ഷിയർ സ്ട്രെസ് ആണ് കിട്ടുന്നത് അല്ലേ. സോ ടോ ഈസ് മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. ഓക്കെ, വെലോസിറ്റി ചേഞ്ച്, ഇതാ എലിമെൻറ്റിൻ്റെ ഹൈറ്റ് ചേഞ്ച് ആയിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എത്രത്തോളം ഡേറ്റത്തിൽ നിന്നുള്ള ഹൈറ്റാണ് ഡി വൈ എന്ന് പറയുന്നത്. മ്യൂ ഇസ് ദി കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഇൻറ്റു എന്തുണ്ട്? ഏരിയ അല്ലേ. ഓക്കെ, നൗ ഈ ഡി യു അപ്പോൾ ഇതിനെ മ്യൂ ഇൻറ്റു ഡി യു എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? വെലോസിറ്റിയാണ്. വെലോസിറ്റി ചേഞ്ച് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഡിവൈഡ് ബൈ ഡി വൈ എന്ന് പറയുന്നത് ആ ഒരു ലെങ്ത്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. സോ ഐ വിൽ റൈറ്റ് ഡൗൺ ഇറ്റ് ആസ് എൽ ഇറ്റ് സെൽഫ്. ആൻഡ് ഇൻറ്റു ഏരിയന് എനിക്ക് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. ലെറ്റ് ഇറ്റ് ബി ഏരിയ. സോ ഇതാണ് എൻ്റെ എന്ത്? വിസ്കസ് ഫോഴ്സ്. സോ ദിസ് ഈസ് മൈ ഇക്വേഷൻ 2. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 1 and 2 ഇൻറ്റു അവർ മെയിൻ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇനേർഷ്യ ഫോഴ്സ് ആണ് മുകളിൽ. ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു എ ഇൻറ്റു വി സ്ക്വയർ. ഓക്കെ, ഈ വി എന്ന് പറഞ്ഞാൽ വോളിയം അല്ല, വെലോസിറ്റിയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിവൈഡഡ് ബൈ വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മ്യൂ വി എൽ ബൈ എ. ഈ വിയും എന്താണ്? വെലോസിറ്റിയാണ്. സോ ദാറ്റ് ഈസ് മ്യൂ വി ബൈ എൽ ഇൻറ്റു എ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? എനിക്ക് ഏരിയയും ക്യാൻസൽ ചെയ്യാം. ഇത് ഡിവൈഡഡ് ബൈ എൽ ഇവിടെ വരും. അപ്പോൾ ആ ഡിവൈഡ് ബൈ എൽ എന്ന് പറയുമ്പോൾ ഈ എൽ ഇങ്ങോട്ട് പോകും, ന്യൂമറേറ്ററിലേക്ക് പോകും. ഒരു വെലോസിറ്റിയും ഇവിടുത്തെ കട്ട് ചെയ്യാം,
ഇവിടുത്തെ വെലോസിറ്റി സ്ക്വയറിൽ ഒരു വെലോസിറ്റി ഇവിടെ കട്ട് ചെയ്യാം. സോ ഇവിടെ ബാക്കി എന്തുണ്ടാവും, റോ ഉണ്ടാവും, പിന്നെ ഒരു വെലോസിറ്റി ടേം ഉണ്ടാവും, ഈ എൽ മുകളിലേക്ക് പോയിട്ടുള്ള എൽ ടേം ഉണ്ടാവും, ഡിവൈഡഡ് ബൈ എന്ത് മാത്രമേ ഉള്ളൂ, മ്യൂ. ഓക്കെ, സോ ഫൈനലി ദിസ് ഈസ് മൈ ഇക്വേഷൻ ഫോർ റെയ്നോൾഡ്സ് നമ്പർ. സോ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് റോ വി എൽ ബൈ മ്യൂ. ദിസ് ഈസ് ദി Reynolds number equation, where rho is the density of that fluid, v is the velocity of that fluid, L എന്ന് പറഞ്ഞാൽ it is the characteristic linear dimension. Okay, it is the characteristic linear dimension and mu is the coefficient of viscosity. നമ്മൾ സാധാരണ പൈപ്പിൻ്റെ ഫ്ലോ എപ്പോഴും പൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ സർക്കുലർ മാനറിലാണ് എടുക്കാറില്ലേ, സർക്കുലർ ഡയമെൻഷൻ ആണ് വരുന്നത് പൈപ്പിന്. സോ ഈ ക്യാരക്ടറിസ്റ്റിക് എല്ലിന് പകരം നമ്മൾ പൊതുവെ ടെക്സ്റ്റുകളിൽ കാണാറുള്ളത് റോ വി ഡി ബൈ മ്യൂ എന്ന. ഈ ഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്. ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് നമ്മൾ എടുക്കുന്നത് എന്തായിരിക്കും, ഒരു സർക്കുലർ പൈപ്പ് കൂടെ പോവുകയാണെങ്കിൽ ആ ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ പൈപ്പിൻ്റെ ലെങ്ത് അല്ല കേട്ടോ, എന്താ വരിക, പൈപ്പിൻ്റെ ഡയമീറ്റർ ആണ് നമ്മൾ എടുക്കുക. സോ നമ്മൾ ചില ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യും, റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റോ വി ഡി ബൈ മ്യൂ എന്നും എഴുതാറുണ്ട്. ആൻഡ് ദിസ് ഇപ്പോൾ ഇവിടെ മ്യൂ എന്ന് പറഞ്ഞാൽ എന്താ, കൈനമാറ്റിക് വിസ്കോസിറ്റി അല്ല, ദിസ് ഇസ് ഡൈനാമിക് വിസ്കോസിറ്റി. രണ്ട് ടൈപ്പ് വിസ്കോസിറ്റി ഉണ്ടായിരുന്നു, കൈനമാറ്റിക് വിസ്കോസിറ്റിയും ഡൈനാമിക് വിസ്കോസിറ്റി. ദിസ് ഈസ് ഡൈനാമിക് വിസ്കോസിറ്റി മ്യൂ. കൈനമാറ്റിക് വിസ്കോസിറ്റി ആയിട്ട് എങ്ങനെ എഴുതാം, ഐ ക്യാൻ റൈറ്റ് വെലോസിറ്റി ഇൻറ്റു diameter divided by the kinematic viscosity, say nu. Where kinematic viscosity എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ദാറ്റ് ഈസ് ഡൈനാമിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി എന്നതായിരുന്നു നമ്മൾ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിച്ചിരുന്നു. കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഡൈനാമിക് വിസ്കോസിറ്റി ബൈ ഡെൻസിറ്റി. അപ്പോൾ ഇവിടെ ഡൈനാമിക് വിസ്കോസിറ്റി ഉണ്ട്, ഈ റോനെ താഴെ കൊണ്ടുവന്ന ഡെൻസിറ്റി ആയി. സോ മ്യൂ ബൈ റോ വിൽ ബിക്കം ന്യൂ. സോ ദിസ് ഈസ് ഓൾസോ ദ ഇക്വേഷൻ ഫോർ റെയ്നോൾഡ്സ് നമ്പർ.